ചേട്ടാ നമസ്കാരം. നമസ്കാരം. വഖഫ് ബില്ല് വന്നു കഴിഞ്ഞു. വഖഫ് ബില്ല് വന്നു കഴിയുമ്പോൾ മുസ്ലിം സംഘടനകൾ വെറുതെ ഇരിക്കുന്നില്ല. ഇന്ത്യയുടെ പല ഭാഗത്തും കലാപത്തിനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ നിന്ന് വന്ന ഒരു വാർത്ത, ഉത്തർപ്രദേശിൽ നസീം എന്ന് പറയുന്ന ഒരു വ്യക്തി ഖുറാൻ കത്തിച്ച് അത് വലിച്ചെറിയുന്ന ദൃശ്യങ്ങളാണ്. ഈ ഖുറാൻ കത്തിച്ച് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ഞങ്ങളല്ല ചെയ്തത്, അത് മറ്റൊരു വിഭാഗക്കാരാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തിയത്. അപ്പോൾ ഇത് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞതുകൊണ്ട് അവിടെ വലിയൊരു കലാപം ഉണ്ടാകാതെ പോയി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ വഖഫ് ബിൽ അവതരിപ്പിച്ച് തുടങ്ങിയപ്പോൾ തന്നെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിങ്ങനെയുള്ള സകല സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള ജാഗ്രത പ്രഖ്യാപിച്ചിരുന്നു. പോരാത്തതിന് അവിടെയുള്ള പോലീസുകാർ ഡ്രോൺ വഴിയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ ഡ്രോൺ ക്യാമറകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലുള്ള പല കാര്യങ്ങളും നമുക്ക് നിർവീര്യമാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പോയിന്റാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് വീണ്ടും ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുകയാണ്. വഖഫ് ബില്ലിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോകാൻ പോകുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, അങ്ങനെ ഒരുപറ്റം പാർട്ടികൾ, ഒവൈസിയുടെ പാർട്ടി പോകുന്നുണ്ട്, പിന്നെ ചില മുസ്ലിം സംഘടനകൾ പോകുന്നുണ്ട്, അങ്ങനെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പല മുസ്ലിം സംഘടനകളും ഈ ബില്ലിനെതിരെ തെരുവിലിറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. ഉത്തർപ്രദേശിൽ പ്രതിഷേധവും കലാപത്തിനുള്ള ശ്രമവും നടന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പല ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ ബില്ല് ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവർ പരസ്യമായിട്ട് ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഇതുപോലെ ഇവർ പല കാര്യങ്ങളിലും കലാപം നടന്നു. നമുക്കറിയാം, പൗരത്വ നിയമ ഭേദഗതി, ആ നിയമ ഭേദഗതിയിൽ വലിയൊരു കലാപം നമ്മൾ കണ്ടതാണ്. ഷഹീൻ ബാഗിലൊക്കെ നമ്മൾ അതിഭീകരമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും നമ്മൾ കണ്ടതാണ്. കർഷക സമരത്തിൽ നമ്മൾ കണ്ടതാണ്. കർഷക സമരത്തിൽ വാളും പരിചയൊക്കെ ആയിട്ട് നമ്മുടെ പഞ്ചാബിൽ നിന്ന് പറഞ്ഞ കർഷകരൊക്കെ റെഡ് ഫോർട്ടിൽ ചാടി കയറി, മറ്റേ ചെങ്കോട്ടയിലൊക്കെ കയറി കൊടിയൊക്കെ, ഖലിസ്ഥാനി കൊടികളൊക്കെ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ഈ പ്രതിഷേധക്കാരെ ആദ്യഘട്ടത്തിൽ ഇവരങ്ങ് അഴിച്ചുവിടും. ആദ്യഘട്ടത്തിൽ അങ്ങ് അഴിച്ചു വിടുവാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾ അറിയണം ഇവന്മാരൊക്കെ ആരാണ്, എന്താണെന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ കർഷക സമരത്തിന്റെ പ്രതിഷേധം ആദ്യം തന്നെ ഇവരെ പ്രതിഷേധിക്കാൻ അനുവദിക്കാതെ പോലീസ്, കേന്ദ്ര സർക്കാർ അത് ബാരിക്കേഡും മറ്റേ മുള്ളുവേലിയൊക്കെ വെച്ച് തടഞ്ഞിരുന്നെങ്കിൽ ഈ ഖലിസ്ഥാൻവാദികളുടെ തനിനിറം ഒന്നും പുറത്തു വരില്ലായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പൗരത്വ നിയമ ഭേദഗതിയും. പിന്നെ പ്രതിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യം ഇവർക്ക് ഉണ്ടായിരുന്നത്, അത് കശ്മീരിലെ 370 അബ്രഗേഷൻ ആയിരുന്നു. 370 ആർട്ടിക്കിളിന്റെ അബ്രഗേഷൻ അത് എടുത്തു കളഞ്ഞപ്പോ പ്രതിഷേധിക്കാൻ പറ്റിയില്ല. എന്ത് പറഞ്ഞ് പ്രതിഷേധിക്കും? മനസ്സിൽ നല്ല ശക്തിക്ക് പ്രതിഷേധമുണ്ട്. പക്ഷെ കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ലേ? പിരിച്ചു കൊടുക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് കൊടുക്കാൻ പറ്റിയാൽ തന്നെ അതിങ്ങനെ പുറത്ത് പറയാൻ പറ്റുമോ? നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ അത് പുറത്ത് പറയാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് അവിടെ തിരിച്ചത് കൊണ്ടുവരണം എന്ന് പോലും പറയാൻ പറ്റുമോ? അങ്ങനെ കശ്മീരിനെ പിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ നരേന്ദ്രമോദി വന്ന ശേഷം മോദി എത്ര നല്ലവനാണ്, എത്ര കുലീനനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒമർ അബ്ദുള്ളയൊക്കെ കാശ്മീരിൽ ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വിഷയത്തിൽ മാത്രമേ ഇവർക്ക് എന്റെ ഒരു നോട്ടത്തിൽ ഒരു വാക്കും പറയാൻ പറ്റാത്ത പ്രതിഷേധം കടിച്ചമർത്തിയിരിക്കാനായിട്ട് സാധിച്ചുള്ളൂ. പക്ഷെ ഇതുപോലെയുള്ള വഖഫ്, കർഷക സമരം, പൗരത്വ നിയമ ഭേദഗതി ഇതെല്ലാം വരുമ്പോൾ ഈ സകല കാര്യങ്ങളുടെ പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര രസം കേട്ടോ. ഈ പൗരത്വ നിയമ ഭേദഗതി വരുമ്പോഴും കുറെ കർഷകർ അതിന് പിന്തുണ പ്രഖ്യാപിക്കും. ഞങ്ങൾ വരുന്നുണ്ട് പ്രതിഷേധിക്കാന്ന് പറയും. കർഷക സമരം വരുമ്പോഴും കർഷകരും പൗരത്വ നിയമ ഭേദഗതിക്കാരും കൂടെ വരും. അതിന്റെ ഇടയിൽ ഈ കശ്മീരിന് പ്രതിഷേധിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ പേരും പറഞ്ഞ് പ്രതിഷേധിക്കാൻ അവിടെ എത്തും. ഇപ്പൊ വഖഫ് വന്നിരിക്കുന്നു. ഈ വഖഫിൽ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി, കശ്മീരിലുള്ള പ്രതിഷേധമുള്ള ആൾക്കാര്, പിന്നെ ഈ കർഷക സമരം, പിന്നെ ഈ വഖഫുമായിട്ട് ബന്ധപ്പെട്ട സമരം, എന്തിനു പറയുന്നു, നോട്ട് നിരോധനവും GSTയും വരെ പറഞ്ഞ ആൾക്കാർ പ്രതിഷേധിക്കാൻ അതിനകത്ത് കാണുമെന്നാണ് തോന്നുന്നത്. എന്താ തോന്നുന്നത്? ഈ പ്രതിഷേധങ്ങൾ രാജ്യത്തെ ചൂടുപിടിക്കാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിനെ എഫക്റ്റീവായിട്ട് തടയും? ഞാനേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിലെ ഒരു സീനിയർ ജേർണലിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹം നമ്മുടെ നിലപാടുമായിട്ട് നിൽക്കുന്നു. ഈ മുൻകാലങ്ങളിൽ, അതായത് ഈ ഓർമ്മ വെച്ച കാലം മുതൽ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും ജോലിയിലും ആ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയും ചെയ്ത ജേർണലിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ഞാനടക്കം വളരെ കുറച്ച് പേർ മാത്രമാണ് ആദ്യഘട്ടത്തിലുണ്ടായത്. ഇന്നിപ്പോ കൂണുപോലെ ഒരുപാട് പുതിയ അഭിനവ സംഘ ജേർണലിസ്റ്റുകളുണ്ട്. അത് വൈറ്റിപ്പിഴപ്പിന്റെ ഭാഗമാണ്. അത് എങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ അന്നത്തെ കാലത്തുണ്ടായിരുന്നു എന്നെക്കാളൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആണ്, നല്ല പ്രായമുള്ള ജേർണലിസ്റ്റ്. അദ്ദേഹം ഇപ്പം വർക്ക് ചെയ്യുന്നില്ല. മുമ്പ് കോളം എഴുതുമായിരുന്നു ചിലടത്തെ, ഇപ്പൊ ഇല്ല അദ്ദേഹം. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ നരേന്ദ്രമോദി വളരെ ശക്തനായ ഒരു ഭരണാധികാരിയാണല്ലോ, പക്ഷെ ഈ പൗരത്വ ഭേദഗതി സമരവും അങ്ങനെയൊക്കെയുള്ള സമരങ്ങൾ, വടക്കിഴക്ക് സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഭയങ്കര ശക്തമായിട്ട് വരുന്നു, എന്തുകൊണ്ടാണ് ഒരു സഡൻ ആക്ഷൻ എടുക്കാത്തതെന്ന്.
അപ്പൊ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ ഒരു രീതിയാണ് എന്ന് പറഞ്ഞു. അത് നമ്മുടെ ഒരു നിലപാടുകളുമായി യോജിച്ചു പോകുന്ന ഒരു വലതുപക്ഷ മാധ്യമ പ്രവർത്തകൻ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് പുള്ളി അദ്ദേഹം അങ്ങനെ തന്നെ സംസാരിച്ചു. ഇത് നമ്മുടെ ഒരു രീതിയാണ്. അതായത് ഈ മാളത്തിനുള്ളിലുള്ളവരെ പുറത്ത് ചാടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. കാരണം മാളം എവിടൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. ചെറുതും വലുതുമായ മാളങ്ങളുണ്ട്. വലിയ മാളങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ മണ്ണിരകളുടെ മാളം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികളുടെ മാളവും കണ്ടെത്താൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ ഈ മാളത്തിൽ നിന്ന് വരാവുന്നതിന്റെ മാക്സിമം പേരും പുറത്തു വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ആക്ഷനിലേക്ക് നീങ്ങാവൂ. അതാണ്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം ആയിട്ടായിരുന്നു ഈ പൗരത്വ ഭേദഗതി സമരം നമ്മൾ കണ്ടത്. ആ പൗരത്വ ഭേദഗതി സമരം കണ്ടു. കേന്ദ്ര സർക്കാർ വലിയ ആക്ഷൻ ഒന്നും എടുത്തില്ല. മാക്സിമം പോരട്ടെ, എവിടുന്നൊക്കെ വരും പ്രതിഷേധം, അല്ലെങ്കിൽ ഏതൊക്കെ മാളത്തിൽ നിന്നാണ് ഈ നീർക്കോലിയും അണലിയും മൂർഖനും ഒക്കെ ഇറങ്ങുന്നതെന്ന് നോക്കി അത് വന്നു കത്തിക്കാളി. ഷഹീൻ ബാഗില് മാസങ്ങളോളം നീണ്ടു നിന്ന റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ സമരം നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ കോവിഡ് ഒക്കെ വന്നു, ആ സമരം തീർന്നു. ഇതൊരു വലിയ ആവേശം ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കിടയിൽ വലിയ ആവേശം പകർന്ന കാര്യം. നരേന്ദ്രമോദി ഇത്രയൊക്കെ ഉള്ളൂ, അദ്ദേഹത്തെ വിറപ്പിക്കാൻ നമുക്ക് പറ്റും എന്ന് പോപ്പുലർ ഫ്രണ്ട് ഊറ്റം കൊള്ളുകയും അവർ നാഴിക്ക് 40 വട്ടം റോഡരികിൽ നിന്ന് RSSകാരന്റെ വീട്ടിലേക്കുള്ള വഴിയും മോദിയുടെ കുടുംബത്തിലേക്കുള്ള വഴിയും ഒക്കെ പറഞ്ഞു അങ്ങനെ വിരിഞ്ഞാടിക്കൊണ്ട് നിൽക്കുന്ന സമയം. അപ്പോൾ ആ സമയത്ത് തന്നെ അവര് ഡൽഹിയിൽ ഒരു യോഗം കൂടിയിട്ടുണ്ടായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ട് അടക്കം, പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു അതിന് മെയിൻ. അതിൽ പല സംഘടനകളും ഉണ്ടായിരുന്നു. രണ്ടാം പൗരത്വ ഭേദഗതി സമരം സ്റ്റാർട്ട് ചെയ്യണം. അന്ന് ഈ കോവിഡ് ഒക്കെ വന്നതുകൊണ്ട് തണുത്തു പോയതെന്നാണ് അവര് കരുതുന്നത്. കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ അന്നേ ഇവരുടെ പണി തീർന്നേനെ. പക്ഷെ അത് അല്പം കൂടെ വൈകിപ്പോയത് കോവിഡ് വന്നതുകൊണ്ടാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് രണ്ടാം പൗരത്വ ഭേദഗതി സമരത്തിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ തൂത്തുവാരി അകത്തേക്ക് കൊണ്ടുപോയത്. അധികം പേരെയൊന്നും കൊണ്ടുപോയിട്ടില്ല, 80ഓളം പേരെ കൊണ്ടുപോയിട്ടുള്ളൂ. മെയിൻ തലകളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അത്രയും കൊണ്ടുപോകുന്നതിന്റെ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പോ ഇവരുടെ ഒരു ഞാൻ അതിനുശേഷം ഞാനിത് വാച്ച് ചെയ്തു. പല സംസ്ഥാനം BJP ഭരിക്കുന്ന പല സംസ്ഥാനത്തും BJPയുടെ, അതായത് ഇവരൊരു നിയമം കൊണ്ടുവരുമ്പോൾ ഇവര് മാക്സിമം സൈലന്റ് ആയിട്ട് നിൽക്കും. ഈ BJPയുടെ ആ ഒരു ഭരണ സംവിധാനം. എന്നിട്ട് ഇവരുടെ പ്രതിഷേധക്കാരെ ഇവർ സാഗൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കും. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എവിടം വരെ പോകും, എങ്ങനെയൊക്കെയാണ് ഇവരുടെ. അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇവരുടെ ഒരു വമ്പൻ പ്രത്യാക്രമണം ഉള്ളത്. ഒരു വമ്പൻ രീതിയിലുള്ള പ്രത്യാക്രമണം. അത് പല വഴിക്ക് നിന്നാണ്. അത് സൈബർ വഴിയുള്ളതുണ്ട്, നിയമപരമായിട്ടുള്ളതുണ്ട്, മറ്റു രീതിയിലുള്ള വലിയ രീതിയിൽ. അത് വളഞ്ഞിട്ട് പിടിക്കുക നമ്മൾ പറയില്ലേ, നമ്മളിങ്ങനെ വല വിരിച്ച് കാത്തിരിക്കും. ഈ വലയിലേക്ക് എല്ലാം എത്തിക്കഴിയുമ്പോൾ ഈ വല പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വലിച്ചു കഴിയുമ്പോൾ എല്ലാം കൂടി വലയെ കിടക്കും. അതാണ് ഇവരെല്ലാ കാലവും ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പിന്നീട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ മനസ്സിലാക്കി. അതിനുശേഷം അവരങ്ങനെ വലിയ മാസീവായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾക്ക് ഇറങ്ങാതെ ഒരു അവസ്ഥ വന്നു. അതാണ് മുമ്പ് ഈ ഏക സിവിൽ കോഡ് വന്നപ്പോ ചില പ്രധാനപ്പെട്ട മതപണ്ഡിതന്മാരും മതസംഘടനാ നേതാക്കളും പറഞ്ഞു ഞങ്ങൾ തെരുവിൽ പ്രതിഷേധിക്കാൻ ഇല്ല എന്ന് പറഞ്ഞു. കാരണം അവർക്ക് ഇത് മനസ്സിലായി. കാരണം BJP വല വിരിച്ചിട്ടാണ് ഈ സാധനം കൊണ്ടിരുന്നത്. അതിൽ ചെന്ന് ചാടിക്കൊടുത്ത് അവൻ തൂക്കിയെടുത്ത് അകത്തിടും എന്ന് പറയാൻ മനസ്സിലായി. ഇതാണ് അത് സംഭവിച്ചത്. അങ്ങനെ ഇനി ഒരു സമരം ഇനി ഈ പൗരത്വ ഭേദഗതി പോലൊരു സമരം ഈ രാജ്യത്ത് ഒരു മതത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം 100% അവർ ഉറപ്പാക്കി. കാരണം അവർ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി, ഇത് എങ്ങനെയാണ് ഇതിന്റെ റൂട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. രണ്ടാമത് ഈ വഖഫ് ബോർഡ് വന്നപ്പോഴും അത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പ്രധാനമായി രണ്ടിടങ്ങളിലാണ് ഈ ഒരു പ്രതിഷേധം വലുതായിട്ട് കത്തിയത്. അതിലൊന്ന് മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമ ബംഗാളിലും മറ്റൊന്ന് തമിഴ്നാട്ടിലുമാണ്. തമിഴ്നാട്ടിൽ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ നമ്മുടെ സിനിമാ താരം വിജയ്, അദ്ദേഹത്തിന്റെ പാർട്ടി പുതിയതായിട്ട് രൂപീകരിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഈ പ്രക്ഷോഭങ്ങൾ, അതായത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രതിഷേധ പരിപാടിക്ക് ആഹ്വാനം നൽകുകയുണ്ടായി. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയാണ് നേരിട്ടത്. കാരണം ഈ രണ്ടു കൂട്ടരുടെ വോട്ട് ബാങ്കാണ് മുസ്ലിം വോട്ട് ബാങ്ക്. ഈ രാഷ്ട്രീയ പാർട്ടികളാണ് ഇത്തരത്തോളം ഈ മതങ്ങളെ വിഘടിപ്പിച്ചതും ഭിന്നിപ്പിച്ചതും അവരെ തീവ്രവാദികളാണ് സ്വഭാവത്തിലേക്ക് വളർത്തിയെടുത്തതും അവരെ കൊണ്ട് ഈ മുഴുവൻ ചെയ്യിച്ചത് ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അവരുടെ വോട്ടിന് വേണ്ടിയിട്ട് വിഭാഗമാണ് ഇതെല്ലാം. അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. തമിഴ്നാട്ടിൽ അത് ഇപ്പോൾ വിജയ്, കാരണം വിജയുടെ പാർട്ടി പുതിയ പാർട്ടിയാണ്. അവർക്ക് ക്ലച്ച് പിടിക്കണമെങ്കിൽ അവർക്ക് ഈ മുസ്ലിം പിന്തുണ അനിവാര്യമായ ഘടകമാണ്. കാരണം ഇതുപോലെ ഹിന്ദു വോട്ട് ഇതേ കണക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം ഹിന്ദുവിന്റെ പെട്ടെന്ന് വൈകാരികമായ ഒരു തലത്തിലേക്ക് എത്തുന്നവരല്ല ഹിന്ദുക്കൾ. കാരണം എന്തെങ്കിലും ഒരു വികാരം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അത് ഒരു വൈകാരിക തലത്തിലേക്ക് അവർ എത്തില്ല. പക്ഷെ നേരെ മറിച്ച് മുസ്ലിംസ് ആണെങ്കിൽ അങ്ങനെയല്ല, അവർ പെട്ടെന്ന് വികാരത്തിലേക്ക് എത്തും. ഇത് മുതലെടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും ക്ലച്ച് പിടിച്ചത്. ഇപ്പൊ വിജയ് തമിഴ്നാട്ടിൽ ആഗ്രഹിക്കുന്നതും അത്തരത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ വഖഫ് വിഷയം എടുത്തിട്ടുണ്ട്. വലിയ പ്രകടനമായിരുന്നു. ചെന്നൈയിൽ നടന്നത് ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത പടുകൂറ്റം പ്രകടനമായിരുന്നു, വലിയ പ്രതിഷേധ പ്രകടനമാണ്. ഇതിന്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഈ മുസ്ലിം സംഘടനകളെ ഒന്നിച്ചു കൂട്ടിക്കൊണ്ട് പ്രക്ഷോഭത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും. കേരളത്തിൽ സോളിഡാരിറ്റി ഈ വരുന്ന 9-ാം തീയതി മറ്റോ ഉപരോധം അങ്ങോട്ട് പ്രഖ്യാപിച്ചതായിട്ട് ഞാൻ പോസ്റ്റ് കണ്ടു.
അപ്പം അങ്ങനെ പലരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ അടുത്ത ടെസ്റ്റ് ഡോസ് ആണിത്. ഇവരുടെ അതായത് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ആദ്യ ടെസ്റ്റ് ഡോസ് ആയിരുന്നു പൗരത്വ ഭേദഗതി സമരം. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ആദ്യ ടെസ്റ്റ് ഡോസും അത് തന്നെയായിരുന്നു. ഒരു കൂട്ടര് പ്രക്ഷോഭമുണ്ടാക്കി കലാപമുണ്ടാക്കാനുള്ള ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ഞങ്ങളിപ്പോ കലാപം ഉണ്ടാക്കിയാൽ മോദി എന്ത് ചെയ്യുമെന്നുള്ള ടെസ്റ്റ് ഡോസ് ആയിരുന്നു പൗരത്വ ഭേദഗതി സമരത്തിന് നടന്നത്. അതിനെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. രണ്ടാമത് അഗ്നിവീർ പദ്ധതിക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടന്നു, ബീഹാർ അടക്കം. ഇതിന്റെ പിന്നിലും ഈ സംഘടനകളൊക്കെ തന്നെയായിരുന്നു. 4 ദിവസം കൊണ്ട് പൊക്കിയെടുത്ത് അകത്തിടുക മാത്രമല്ല, അവന്റെ കുടുംബം തന്നെ ഉള്ള ആ വസ്തുവകൾ മുഴുവൻ ജപ്തി ചെയ്ത് കൊണ്ടുപോയി. കാരണം ഈ ട്രെയിനിന്റെ സാമഗ്രികളൊക്കെ തീ വെച്ച് നശിപ്പിച്ചാൽ അത് പൊതുമുതൽ നശിപ്പിച്ചതാണ്, ഇവരുടെ കയ്യിൽ നിന്നാണ് ഈടാക്കുന്നത്. അതിനകത്തൊക്കെ ഓരോരുത്തർക്ക് 2.5 കോടി രൂപയൊക്കെ കെട്ടിവെച്ചാൽ ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പൊ കിടക്കുന്നത്. അതുകൊണ്ടൊക്കെ തീർന്നു. ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി സമരം വരുമ്പോൾ അതിനെ ഒന്ന് ടെസ്റ്റ് ഡോസ് നടത്തുകയാണ്. അതായത് 3ാം വട്ടം മോദി മന്ത്രിസഭ, അദ്ദേഹത്തിന് എന്റെ പാർട്ടിക്ക് വ്യക്തമായ മുൻതൂക്കമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി 3ാമതൊരു പ്രക്ഷോഭം നടത്തുമ്പോൾ ആരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാകും, ആ സമരം എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള ടെസ്റ്റ് ഡോസ് ആണ് ഇപ്പൊ നടക്കുന്നത്. ആ ടെസ്റ്റ് ഡോസ് എങ്ങും എത്താൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഊർജ്ജവും 1ാം മോദി മന്ത്രിസഭയുടെ കാലത്ത് തന്നെ ഇവർ ചെലവഴിച്ച് കഴിഞ്ഞു. പൗരത്വ ഭേദഗതി സമരമായിരുന്നു, അതിന്റെ അവസാനത്തെ ഒരാളായിരുന്നു അഗ്നിവീർ സമരം. ആ 2 സമരം കൊണ്ട് ഇവരുടെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങൾ ഇവർ പുറത്തെടുത്ത് കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ ഒരു പ്രതാപകാലം അസ്തമിച്ചു. ഇല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ചിന്തിക്കുന്ന മറ്റു സംഘടന കാലം അസ്തമിച്ചു. പിന്നെ ഇവർ പണ്ട് തൊട്ടേ ചെയ്യുന്ന കുത്തിത്തിരിപ്പുകൾ, മാധ്യമങ്ങളോടുള്ള കുത്തിത്തിരിപ്പുകൾ, ലേഖനങ്ങളോടുള്ള കുത്തിത്തിരിപ്പുകൾ, പിന്നെ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുണ്ട്. ഈ പഴയതുണ്ടല്ലോ ഹിന്ദു, സവർണൻ, ഭ്രൂണം, ശൂലം, ഇതേ സാധനം തന്നെയാണ് പറയുന്നത്. അതിന്റെ ഒരു വേസ്റ്റ് സാധനമാണ് നമ്മൾ എമ്പുരാൻ സിനിമയിൽ കൂടെ കണ്ടത്. കാരണം പഴകി ദ്രവിച്ച ഒരു സാധനം. അതിനെക്കുറിച്ച് ഇപ്പോഴും കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൽ ചർച്ച നടക്കുന്നു. മീഡിയ വൺ പറഞ്ഞ ആ സിനിമ അതിന്റെ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റി കഴിഞ്ഞു, ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞു. എന്റെ പൊന്നെ, ഒരു മലയാളം സിനിമയാണ്, 3.5 കോടി ജനമുള്ള ഒരു കേരളത്തിൽ ഇറക്കിയ ഒരു മലയാളം പടമാണ്. അത് ഡബ്ഡ് വേർഷൻസ് ആണ്. നോർത്ത് ഇന്ത്യ പോയി, നോർത്ത് ഇന്ത്യയിലൊക്കെ പടം 8 നിര പൊട്ടി. തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകത്തിൽ, തെലുങ്കാനയിലൊന്നും ആരും കാണാനില്ല. കാരണം അവര് നോക്കുന്നത് ഇതിനകത്ത് ഹീറോ ആരാണെന്നാണ് നോക്കുന്നത്. മോഹൻലാൽ ഒന്നും പാൻ ഇന്ത്യൻ നടനൊന്നുമല്ല, പൃഥ്വിരാജ് പാൻ ഇന്ത്യൻ ഡയറക്ടർ. രാജമൗലിയൊക്കെയാണ് ചിലപ്പോൾ സംഭവം ശരിയായിരിക്കും, ഈ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. രാജമൗലിയുടെ ഒക്കെ ഒരു സിനിമയിൽ പറയുന്ന ഒരു രാഷ്ട്രീയം ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടും. ഇവിടെ ഇരുന്നിട്ട് ഈ പൃഥ്വിരാജ് സുകുമാരനും മോഹൻലാലും ഒക്കെ കാണിക്കുന്ന മാക്കാച്ചരും ബേക്കൂത്തരും ഒക്കെ ഈ രാജ്യം ചർച്ച ചെയ്യണമെന്നും അങ്ങനെ ചിന്തിക്കുന്ന ബുദ്ധിശൂന്യരായ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായെന്നുള്ളതാണ് വലിയ രസം. അത് ഉയർത്തിവിട്ട രാഷ്ട്രീയം വലിയ ചർച്ചയായി മാറിയെന്നാണ്. എന്ത് ചർച്ചയാകാനാണ്? ഒരു ചർച്ചയുമില്ല. ആർക്കാണ് സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? കേരളത്തിൽ നമ്മളൊക്കെ ജനിച്ചിട്ട് ഇത്രയും വർഷം എത്രയോ ഹിറ്റ് പടങ്ങൾ വന്നിട്ടുണ്ട്, നമ്മളൊക്കെ ഡെയിലി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണോ? മമ്മൂട്ടിയുടെ നിറക്കൂട്ടിൽ മമ്മൂട്ടി മുട്ടയടിച്ചതിനെ കുറിച്ച് ആരും ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. എത്ര പേർക്ക് അറിയാം അതിനെക്കുറിച്ച്? ഇങ്ങനെയുള്ള ബാലിശമായ കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. എന്നിട്ട് ഇപ്പൊ പിടിച്ചോണ്ട് പോകുന്നത് ഏതൊക്കെ 2022 ഉള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ഈ ഇതിന്റെയൊക്കെ ഭാഗം എമ്പുരാന്റെ ആണെന്ന് പറയുക. അപ്പൊ ഈ വഖഫിന്റെ ഇപ്പൊ നടക്കുന്ന സമരം പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വീണ്ടും കളം പിടിക്കാൻ, അവരുടെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താനും വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന വഖഫ് പ്രക്ഷോഭം. ഇന്നലെ ഇന്ത്യയിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ ഏറ്റവും ശക്തമായ 2 പ്രഭവ കേന്ദ്രങ്ങൾ, ഒന്ന് വെസ്റ്റ് ബംഗാളും മറ്റൊന്ന് തമിഴ്നാടുമാണ്. തമിഴ്നാട്ടിൽ വിജയ് നേതൃത്വം കൊടുക്കുകയും വെസ്റ്റ് ബംഗാളിൽ മമതയുമായിരുന്നു. ഇത് കണ്ടിട്ട് ആളുകൾ പറയുന്നത് ഇതിപ്പോ ഇന്ത്യ മുഴുവൻ ആളിപ്പടരും. എങ്ങും ആളിപ്പടരില്ല. ആ സമുദായത്തിനിടയിൽ നിന്ന് പോലും ഇതിന് പിന്തുണയില്ല. ഈ വഖഫ് അവരുടെ ഈ തോന്നിവാസത്തരത്തിൽ നിർത്തണമെന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷം പേര്. ഇവിടെയാണ് ഈ 2 പേര് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ സകലമാന മാധ്യമങ്ങളും സകലമാന പിന്തിരിപ്പന്മാരും സകലമാന പ്രതിപക്ഷ പാർട്ടികളും എതിർത്തിട്ടും 3ാം തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു സമരം ചെയ്യാൻ പോലും ആവതില്ലാത്ത ഈ പ്രതിപക്ഷ പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എത്രത്തോളം മുൻപോട്ട് പോകാൻ കഴിയുമെന്നത് ചോദ്യചിഹ്നമാണ്. അപ്പൊ ഈ 3ാം വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് ഇതൊന്നും ഈ മതവുമായി യാതൊരു ബന്ധവും ഈ വഖഫ് ബോർഡിനില്ല. അത് മതസ്ഥാപനവുമല്ല. അത് ക്ലിയർ ആണ്. ഇത് സാധാരണപ്പെട്ട ഇല്ലെങ്കിൽ അത്ര വലിയ അറിവില്ലാത്ത പാവപ്പെട്ട മുസ്ലിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ ഇത് ഉതകൂ. ഇത് നമ്മുടെ നിയമമാണെന്നും അല്ലെങ്കിൽ നമ്മുടെ മതത്തിൽ പറയുന്ന നിയമമാണെന്നും വഖഫ് അതിൽ പറയുന്നുണ്ട്. വഖഫ് ബോർഡിനെ കുറിച്ച് ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ കൊള്ളാം. വഖഫ് ബോർഡിനെ കുറിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മതരാഷ്ട്രങ്ങളിലൊക്കെ വഖഫ് ബോർഡ് വേണ്ടതല്ലേ? ഇതേപോലെ ഇതിനേക്കാൾ വലിയ സംവിധാനങ്ങൾ വഖഫ് ബോർഡിന് വേണ്ടതല്ലേ? തുർക്കിയിലില്ല. പുള്ളിയാണ് ഖലീഫയാകാൻ നടക്കുന്ന ഒരു ഭരണാധികാരി എർദോഗനാണ്. തുർക്കിയിലില്ല, പാകിസ്ഥാനില്ല, ഈജിപ്തിലില്ല, വേറെങ്ങുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ചോദിക്കാൻ പാടില്ല. ഞങ്ങൾ എന്ത് തോന്നിവാസവും കാണിക്കും, ചോദിക്കാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ഫാസിസ്റ്റ് ആകും, നിങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കലാകും, അങ്ങനെ പലതുമാകും.
അതല്ല, ഈ രാജ്യത്തിന് ഒരു നിയമമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ വ്യക്തമായി പറയുന്ന നിയമമുണ്ട്. ഇനി ആ നിയമം ദുർബലമാണെങ്കിൽ അതിനാണ് നമ്മൾ ഈ പാർലമെന്റിൽ അമെന്റ്മെന്റ് കൊണ്ടിരുന്നത്. എന്തിനാണ്? നമ്മുടെ നിയമം പോരാ, അത് പഴയ കാലഘട്ടത്തിലുള്ള നിയമമാണ്, അത് മാറ്റണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ അമെന്റ്മെന്റുകൾ കൊണ്ടിരുന്നത്. എല്ലാ നിയമങ്ങളും എല്ലാ ബില്ലുകളും പാർലമെന്റിൽ പുതിയ ബില്ലൊന്നും ഇതുവരെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടില്ല. ഭേദഗതികൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്നു ഏക സിവിൽ കോഡ് വരുമ്പോൾ അത് പുതിയ ബില്ലാണ്, പുതിയൊരു നിയമം ഉണ്ടായിക്കൊണ്ട് വരുന്നതാണ്. പൗരത്വ ഭേദഗതി ബില്ല് പുതിയ ബില്ലാണ്, അതിൽ ചില ഭേദഗതികൾ, അതും അമെന്റ്മെന്റ് ബില്ലായിട്ടാണ് വന്നത്. ഇതെല്ലാം അമെന്റ്മെന്റ് ബില്ലുകളാണ്. ഈ ഭേദഗതി ബില്ല് ഭേദഗതി ബില്ലെന്ന് തന്നെയാണ് അതിന് പറയുന്നത്. അപ്പം ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുന്നത് ഒരു ടെസ്റ്റ് ഡോസ് ആണ്. പ്രത്യേകിച്ച് 5-6 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഒന്ന് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നു, പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് വരുന്നു, കേരളത്തിൽ വരുന്നു, ത്രിപുരയിൽ വരുന്നു, തമിഴ്നാട്ടിൽ വരുന്നു. ഈ 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഉത്തർപ്രദേശ് 2027 അപ്പം ബാക്കിയുള്ളതൊക്കെ 2026 25 ലാസ്റ്റ് നവംബറിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അത് തൊട്ട് ഇങ്ങോട്ട് ഇലക്ഷൻ നമ്മുടെ കേരളത്തിലൊക്കെ 2026 ഈ 5 സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ഈ പരിപാടി മുഴുവൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത എങ്ങനെ കയറാൻ പറ്റും, അതിന് ബെസ്റ്റ് സാധനം വകുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് എനിക്ക് അവരോട് പറയണം, നിങ്ങൾ അല്പം കൂടെ വെയിറ്റ് ചെയ്യാമെങ്കിൽ നല്ലൊരു സാധനം നരേന്ദ്രമോദി ഉടനെ കൊണ്ടുവരുന്നുണ്ട്. അത് ഏക സിവിൽ കോഡാണ്. അത് RSSന്റെ 100ാം വാർഷികം പ്രമാണിച്ച് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും ഏക സിവിൽ കോഡ്. അതുവരെ വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കത്തുന്ന ഒരു വിഷയം ആയിരിക്കും അത്. പക്ഷെ ഈ വകുപ്പ് കോഡൊന്നും ക്ലച്ച് പിടിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. കാരണം ഈ ഏക സിവിൽ കോഡ് കൊണ്ടുമ്പോൾ നിയമം കർശനമാകുകയാണ്. അത് എന്താണ് അതിൽ പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ ഇറങ്ങുന്ന നിയമങ്ങളൊന്നും ഇവിടെ ആരും വായിച്ചു നോക്കത്തില്ല. കാരണം ഇത് കേന്ദ്ര സർക്കാർ അവരുടെ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അത് ഒരു നിമിഷം ഇരുന്നിട്ട് ഇച്ചിരി സമയം എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലാകും ഇത് എന്താണ് സംഭവം എന്നുള്ളത്. ഏക സിവിൽ കോഡ് വരുമ്പോൾ ഇവിടെ പറയുന്നതായിരിക്കും അറിയാം, നമുക്കിനി ഒരു സ്വാതന്ത്ര്യമില്ല, നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ ഈ ഏക സിവിൽ കോഡ് ഒന്നുകൂടി എടുത്തേക്കും, ഇനി നമുക്ക് ഡ്രസ്സ് ഇടാം, ഡ്രസ്സ് എന്ത് ധരിക്കണം എന്ന് അവർ പറയും. ഇങ്ങനെയുള്ള കുറെ കുത്തിത്തിരിപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുകളാണ് ഇവിടെ നടക്കുന്നത്. അതായത് എന്താ പറയുന്നത്, ഞങ്ങളുടെ തോന്നിവാസം അനുസരിച്ച് എന്തും ചെയ്യും, ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരാന്ന് ഞങ്ങൾ ചോദിക്കും. ഈ രാജ്യത്ത് എന്തും ചെയ്യാനുള്ള അവകാശം ഇല്ല. ആർക്കും അങ്ങനത്തെ സ്വാതന്ത്ര്യത്തിന് കൃത്യമായ അതിരുണ്ട്. ആ അതിരിനപ്പുറത്തേക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല. ഈ രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ എല്ലാ രാജ്യങ്ങൾക്കും ഉള്ള നിയമം പോലെ ഈ രാജ്യത്തിനുമുണ്ട്. ഓരോ രാജ്യത്തും ഓരോ നിയമം. അതാ ഞാൻ ചോദിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് ആരും സംഘടനാ പ്രവർത്തനം ചെയ്യുന്നില്ല, മതപരിവർത്തനം നടത്തുന്നില്ല, അവിടെ പോയിട്ട് കള്ളക്കടത്തും കൊള്ളക്കടത്തൊന്നും ചെയ്യുന്നില്ല, അഴിമതി കാണിക്കുന്നില്ല, എന്തിനേറെ ലൈസൻസ് ഇല്ലാതെ വണ്ടി പോലും തൊടുന്നില്ല. ഈ രാജ്യത്ത് ഇതാണോ നടക്കുന്നത്? അതായത് 60 കൊല്ലം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഭരണകൂടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അത് മാറിയിരിക്കുന്നു. അപ്പൊ ബില്ലിന്റെ ഈ ഒരു പ്രക്ഷോഭം ഒരു കലാപത്തിലേക്ക് മാറാനായിട്ട് ഒരു സാഹചര്യം അവിടുത്തെ ഭരണാധികാരികൾ ഒരുക്കി കൊടുക്കരുത്. കാരണം ഇപ്പോഴത്തെ സെൻസിറ്റീവ് ഇന്ത്യയാണ് ഇപ്പോഴുള്ളത്. പഴയ പോലെയല്ല, മറുവശം കുറച്ചുകൂടെ ശക്തമാണ് ഇപ്പോൾ. മുമ്പ് മറുവശം കുറച്ച് സമാധാന പ്രിയരാണെങ്കിൽ ഇപ്പോൾ അങ്ങനല്ല, ഒരു മറുഭാഗമുണ്ട്. ആ മറുഭാഗം വളരെ ആക്റ്റീവായി തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ. ധനുഷ് ഈ ചർച്ച തുടക്കത്തിൽ സൂചിപ്പിച്ച കണക്ക് ഉത്തർപ്രദേശിലെ ഒരു ഖുറാൻ കത്തിച്ച്, അത് പിന്നെ സോഷ്യൽ മീഡിയയിലാണ് അത് പ്രചരിപ്പിച്ചത്, ഖുറാൻ കത്തിച്ചെറിയുന്നത്. ഹിന്ദുക്കൾ ഖുറാൻ കത്തിച്ചു ഒരു പ്രക്ഷോഭത്തിന് ഒരുങ്ങുമ്പോഴാണ് ദൈവാധീനത്തിൽ CCTV ദൃശ്യം വരികയും ഈ പ്രതി നസീമാണെന്ന് കരുതി പിടികൂടുകയും ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പഴയതുപോലെ അല്ല ഇപ്പൊ കാര്യങ്ങൾ, കുറച്ചുകൂടി ശക്തമാണ്. അതായത് എതിർ ടീമിലെ കളി കുറച്ചുകൂടി പ്രബലരും ശക്തരുമാണ്. മുമ്പ് അവർ ശക്തരായിരുന്നെങ്കിൽ അവരങ്ങനെ വലിയ കളികൾക്ക് ഇറങ്ങിയിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അവരും തയ്യാറാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എമ്പുരാൻ തന്നെയാണ്. എമ്പുരാനിൽ ഒരു സംഘടനയും അതിനെതിരെ വന്നില്ല. കുറെ സംഘികൾ, അതിനെ നമ്മൾ പറയുന്ന സൈബർ സംഘികളാണ്, ഊരും പേരും ഇല്ലാത്ത കുറെ സൈബർ സംഘികൾ നിരന്ന് നിന്നപ്പോ, വിരലെണ്ണാവുന്ന സംഘികൾ നിരന്ന് നിന്നപ്പോ തന്നെ ഇവിടുത്തെ നടന്ന സംഭവങ്ങൾ അറിയാമല്ലോ. അപ്പം അതിനെ ഒരു സംഘടനയുടെ ഒരു ഓർഗനൈസേഷന്റെ പവർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് ചിന്തിക്കാവുന്നേ. അതായത് സെൻസിറ്റീവ് ആണ് ഇത് പലതും. പിന്നെ അമിത്ഷാ പറഞ്ഞത് തന്നെ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളൂ, ഇവിടെ ന്യൂനപക്ഷം അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇത് ഈ രാജ്യത്തിന്റെ നിയമമാണ്, എല്ലാ പൗരന്മാർക്കും അനുസരിച്ചേ പറ്റൂ എന്ന് കൃത്യമായി തന്നെ വ്യക്തമായിട്ടാണ് അമിത്ഷാ പറഞ്ഞത്, അനുസരിച്ചേ പറ്റൂ എന്ന്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.